സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഏഴിൻ്റെ പണി കിട്ടിയിരിക്കുന്ന പ്രേക്ഷകർക്കല്ല കേട്ടോ, ബിഗ് ബോസിന് തന്നെയാണ്, ആ ബിഗ് ബോസ് ടീമിനാണ്. കാരണം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് അറ്റ്ലീസ്റ്റ് ചാനൽ മാറ്റാം, അല്ലെങ്കിൽ കാണാതെ ഇരിക്കാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ബിഗ് ബോസ് ടീമിന് എന്ന് പറഞ്ഞാൽ തുടങ്ങിപ്പോയി, പിന്നെ അവർക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയി അവസാനിപ്പിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം എന്തൊരു ടാസ്ക് കൊടുത്താലും കൊളാക്കുന്നത് പോലെ തന്നെ ഈ ടാസ്കും കൊളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലോ വന്ന ഗസ്റ്റ് ആണെങ്കിൽ അതിലും അപ്പുറം അവർ പറഞ്ഞ പോലെ പുറമേ നടക്കുന്ന കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വന്ന പോലെയാണ്. ഹോട്ടൽ ടാസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരാറുള്ളത് ലക്ഷ്മിപ്രിയയുടെ മുഖമാണ് കേട്ടോ. കാരണം ലക്ഷ്മിപ്രിയ അത് നന്നായിട്ട് ചെയ്തിരുന്നു. ലക്ഷ്മിപ്രിയ മാത്രമല്ല, ആ ഒരു സീസണിൽ എല്ലാവരും ഈ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. ഫൺ എലിമെന്റ്സ് ഒരുപാട് അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കൗണ്ടർ അടിക്കുന്നതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സീസണിൽ, ഈ ഒരു ടാസ്കിൽ. എന്തുതന്നെയായാലും നമുക്ക് നോക്കാം ഈ ടാസ്കും എങ്ങനെ ഇവർ കൊണ്ടുപോകുന്നത്. തന്നെയായാലും എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഇവരെല്ലാവരും ഇവർ തന്നെയായി മാറും. ചില സമയത്ത് ഗസ്റ്റ് അല്ലാതെയായി മാറുന്നുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഗസ്റ്റ് ആവുന്നുണ്ട്. ഷെഫ് പെട്ടെന്ന് മാനേജർ ആവുന്നു, മാനേജർ പെട്ടെന്ന് ഷെഫ് ആവുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ കാണുന്ന ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. സത്യത്തിൽ ഇവർക്ക് ആ നാദിരയോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവരെങ്ങാനും ഗസ്റ്റായിട്ട് വിട്ടാൽ മതിയായിരുന്നു. കാരണം ഇത് കുറച്ച് വല്ലാതെ ബോറാവുന്ന പോലെയാണ് ശോഭ കാണിക്കുന്നത് തോന്നുന്നത്. ഈ ഗസ്റ്റുകൾ വന്നതിന് ശേഷം ബിഗ് ബോസ് തന്നെ ഒരുപാട് തവണയായി അനൗൺസ് ചെയ്യുന്നു. എനിക്കൊന്ന് പുള്ളിക്കാരന് തന്നെ മതിയായിട്ടപ്പം മിണ്ടാതെ ഇരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ ടാസ്ക് കൊടുത്തത് ഇവരുടെ ജോലിയല്ല ചെയ്യുന്നത്, ഇവർ വേറെ എന്തൊക്കെയോ ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും റിമൈൻഡ് ചെയ്യും ഇതൊരു ക്ലാസിക് ടാസ്ക്കാണ് ബിഗ് ബോസിൻ്റെ, അപ്പോൾ അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോള് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം.